Hi, Namaskaram friends. Travel through D Life in the Pudir video like Sagatam Jan Sunish, Kudanavade, Ramesh Bro. In the Yangal Ola, Karana Palikim, SHASTAMCOTTA, Kochigram, ANJILIMMOODU, and ANJILIMMOODU Junction Lola, ADHEENA agencies, Lana, Egresha Moru Shitla, but a Protinum, Aramichitor, Stavana, or Home Appliances, Stavana, ADHEENA agencies, by Vidan Yangal in the video chain. Another video, Yangal Put Mr. Butler or Sodamaker, Mr. Butler, Italia Black and or a premium model Sodamaker, and the one the Mira Kala was taken. നമുക്ക് വീട്ടിൽ ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സോഡ മേക്കർ. അപ്പോൾ അതിന്റെ ഉപയോഗവും അതെങ്ങനെ ഉപയോഗിക്കണം അതിന്റെ പ്രവർത്തന രീതികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അധീന ഏജൻസീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്ഥാപനമായിരുന്നാൽ കൂടിയും നമ്മുടെ ഒട്ടുമിക്ക ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും പ്രോഡക്റ്റുകൾ ഇവിടെ ഹോം അപ്ലയൻസസ് പ്രോഡക്റ്റുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് LG, ലോയിഡ്, ഗോദ്രേജ്, അക്കായ് LED, അതുപോലെ തന്നെ വേൾപൂൾ, അങ്ങനെ ബജാജ് അപ്ലയൻസസ്, അങ്ങനെ ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ നമുക്ക് നല്ല മികച്ച വിലക്കുറവിൽ തന്നെ ഇവിടെ നിന്നും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സിറ്റിയിലെ ടൗണിലേക്ക് വിലയെ അപേക്ഷിച്ച് വളരെ നല്ല ഒരു വിലയിൽ തന്നെ ഇവിടെ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചറുകളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫർണിച്ചറുകൾ, അതോടൊപ്പം തന്നെ മെത്ത, കട്ടിൽ, അതുപോലെയുള്ള സാധനങ്ങൾ, നമ്മുടെ വീട്ടിലെ അടുക്കളയ്ക്ക് ആവശ്യമായ കിച്ചൺ അപ്ലയൻസസ്, ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ പാത്രങ്ങൾ, പാൻ, തവ, അങ്ങനെ ഒട്ടുമിക്ക ഗൃഹോപകരണങ്ങളും എല്ലാം തന്നെ ഇവിടെ മികച്ച വിലയിൽ നിങ്ങൾക്ക് വിലക്കുറവിൽ തന്നെ സ്വന്തമാക്കാവുന്ന രീതിയിൽ അധീനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിക്ക ബ്രാൻഡുകളുടെയും ഫിനാൻസ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാവുന്നതാണ് ഗൃഹോപകരണങ്ങൾ. ബജാജ് IDFC പോലുള്ള കമ്പനികളുടെ ഫിനാൻസ് സൗകര്യം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് വഴിയും ഡെബിറ്റ് കാർഡ് വഴിയുള്ള EMI-കളും നമുക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാവുന്നതാണ് ഗൃഹോപകരണങ്ങൾ. അപ്പോൾ നമുക്ക് കൂടുതൽ അധീനയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഷോറൂം സന്ദർശിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രത്യേകം ഓഫറും ഇതിൻ്റെ ഒരു ഉടമസ്ഥനും നമ്മുടെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള ഷൈൻ ചേട്ടൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്ത് ഡെമോ ചെയ്യുന്നത്. മിസ്റ്റർ ബട്ട്ലർ സോഡ മേക്കേഴ്സിൻ്റെ ഇറ്റാലിയ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ഏറ്റവും പ്രീമിയം സോഡ മേക്കറാണ്. ഇറ്റാലിയ ബ്ലാക്ക് പേര് പോലെ തന്നെ ഒരു ബ്ലാക്ക് ബോക്സിലാണ് ഈ ഒരു സോഡ മേക്കർ മിസ്റ്റർ ബട്ട്ലർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബോക്സിൽ വന്നാൽ ഈ ഒരു വളരെ ഒരു ഒതുങ്ങിയ ഒരു ബോക്സാണ്. അതിലായിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ബോക്സിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഹൈജീനിക്കാണ്. അതായത് നമ്മുടെ ഫുഡ് ഗ്രേഡ് വരുന്ന CO2 ആണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഒരു പെറ്റ് ബോട്ടിലും അതെല്ലാം നമുക്ക് ഫുഡ് ഗ്രേഡ് സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തിയാണ് ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഉപയോഗിക്കാനും വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് വീട്ടിലെ പ്രായമായവരായാലും ഇതിനെപ്പറ്റി കുറച്ച് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ഈ ഒരു സോഡ മേക്കർ മിസ്റ്റർ ബട്ട്ലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കിച്ചണിലായാലും നമ്മുടെ വീട്ടിലായാലും ഒരിടത്ത് നമുക്ക് ഒതുക്കി വെക്കാവുന്ന രീതിയിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സോഡ മേക്കർ മിസ്റ്റർ ബട്ട്ലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നാൽ ഇതൊരു മാനുഫാക്ചർ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. കേരളത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫാക്ടറി ഉള്ളത്. അത് പ്രോടെക് അപ്ലയൻസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു മിസ്റ്റർ ബട്ട്ലർ സോഡ മേക്കർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ഇതിന് ഈ ഒരു പേര് ഇറ്റാലിയ ബ്ലാക്ക് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇതൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിൽ ചെയ്തതുകൊണ്ടായിരിക്കാം ഇതിനൊരു ഇറ്റാലിയ ബ്ലാക്ക് എന്ന ഉള്ള ഒരു പേര് മിസ്റ്റർ ബട്ട്ലർ നൽകിയിരിക്കുന്നത്. നമുക്കിതിന് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു യൂസർ മാനുവലും വാറണ്ടി കാർഡും അതെങ്ങനെയാണ് നമുക്കതിന് ഡെമോ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനലിൻ്റെ QR കോഡ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പേപ്പറുണ്ട്. അതോടൊപ്പം തന്നെ മിസ്റ്റർ ബട്ട്ലറിൻ്റെ മറ്റ് പ്രോഡക്റ്റുകൾ, അതായത് അവരുടെ ഇതുപോലെ തന്നെ വരുന്ന ബോട്ടിലുകളുണ്ട്. അവർക്ക് പെറ്റ് ബോട്ടിലുകൾ വരുന്നുണ്ട്. അതോടൊപ്പം ഗ്ലാസ് ബോട്ടിൽ, അലൂമിനിയം ബോട്ടിലുകൾ, ഫ്ലാസ്കുകൾ, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുക്ക്ലെറ്റും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്രൗഷർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇത് തന്നെയാണ്. അതിനകത്ത് അതിൻ്റെ ഒരു സീരിയൽ നമ്പർ നമുക്ക് ഇവിടെ ആയിട്ട് കാണാം. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു രീതി ഇതിനകത്ത് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിനെ അൺബോക്സ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഒന്ന് വെളിയിലെടുത്ത് നോക്കാം. രണ്ടുമാണ് ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റുകൾ വരുന്നത്.
ഇതാണ് ഞാൻ പറഞ്ഞ ഇറ്റാലിയ ബ്ലാക്ക് മിസ്റ്റർ ബട്ട്ലറിൻ്റെ സോഡ മേക്കർ. ഇതൊരു നല്ല രീതിയിൽ റാപ്പ് ചെയ്തൊരു ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പൊട്ടിച്ച് നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ CO2 സിലിണ്ടറാണ്. 270 ഗ്രാമാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഇത് നമുക്ക് തീരുന്നതനുസരിച്ച് റീഫിൽ ചെയ്ത് ഇടാൻ പറ്റും. നമ്മുടെ സോഡ മേക്കർ ഇതിലാണ് നമ്മൾ CO2 ഈ ഒരു സിലിണ്ടർ ഇതിനകത്താണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എവിടെയായിട്ടാണ് നമുക്ക് ബോട്ടിൽ ഫിക്സ് ചെയ്യേണ്ടതും സോഡ മേക്ക് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ ഒരു ലാമിനേറ്റഡ് കവർ ചെയ്ത് ലാമിനേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. നമുക്കത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു CO2 വരുന്നത്. ഇത് മിസ്റ്റർ ബട്ട്ലറിൻ്റെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഇത് ഒരു 270 ഗ്രാം കപ്പാസിറ്റി വരുന്ന ഒരു CO2 സിലിണ്ടറാണ്. ഫുഡ് ഗ്രേഡ് വരുന്ന CO2 ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ലാമിനേറ്റ് ചെയ്ത് പാക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇപ്പോൾ ഇറ്റാലിയ ബ്ലാക്ക് ആണ് മോഡലിൽ തന്നെ നമുക്കിതിലൊരു ബ്ലൂ ഇവിടെ അവൈലബിൾ ആണ് അത് ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് ഞാൻ എൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് അത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നോക്കിയ ബ്ലാക്ക് ആണ്, ഇറ്റാലിയ ബ്ലാക്ക് ആണ്. അതിൻ്റെ വേറൊരു കളറാണ് ഇത് ബ്ലൂ, ഇറ്റാലിയ ബ്ലൂ. ഇത് കൂടാതെ തന്നെ ഒരു ഓറഞ്ച് കളർ, ഇങ്ങനെ 3 കളറിലാണ് മിസ്റ്റർ ബട്ട്ലർ ഇറ്റാലിയ എന്നുള്ള ആ ഒരു മോഡൽ സോഡ മേക്കർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ബ്ലൂ ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്ക് CO2 സിലിണ്ടർ ഇതിനോടൊപ്പം തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്, അത് ഇതിൽ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു CO2 സിലിണ്ടർ. മിസ്റ്റർ ബട്ട്ലർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു സാധനം തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്കിത് തീരുന്ന സമയങ്ങളിൽ റീഫിൽ ചെയ്യാൻ വേണ്ടി ഇപ്പം ഈ അധീന ഏജൻസിയിലും ഇത് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാനും പറ്റും. ആ രീതിയിലാണ് ഈ ഒരു സിലിണ്ടർ ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ ഒരു സിലിണ്ടർ മിസ്റ്റർ ബട്ട്ലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്രാൻഡ് പുറത്തിറക്കുന്ന സിലിണ്ടർ മാത്രമേ ഇതിനകത്ത് സ്യൂട്ട് ആവുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം മിസ്റ്റർ ബട്ട്ലറിൻ്റെ സിലിണ്ടർ തന്നെ നിങ്ങൾ റീഫിൽ ചെയ്യാൻ നേരം റീഫിൽ സിലിണ്ടർ ചോദിച്ചു വാങ്ങുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാദ്യം നമ്മൾ CO2 സിലിണ്ടർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് ഒരു പുഷ് ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്തിട്ടാണ് ഇത് അൺലോക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഈ ഒരു ഭാഗം ഓപ്പണായി കിട്ടും. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു സിലിണ്ടർ ഇതിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വെക്കുക, കുറച്ചൊന്ന് ഉയർത്തുക. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇരിക്കും. ഈ രീതിയിൽ അത് ഇരിക്കും. അതിനുശേഷം ഇവിടെ ഒരു ത്രെഡാണ്, മുകളിലാണ് അതിൻ്റെ ഒരു ത്രെഡ് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ത്രെഡാണ് വരുന്നത്. ഇതിൻ്റെ ഒരു മെയിൽ ത്രെഡും അതിൻ്റെ അകത്ത് സോഡ മേക്കറിലൊരു ഫീമെയിൽ ത്രെഡുമാണ് വരുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മളത് ഇടുന്നത്. അപ്പോൾ ഇടാനായിട്ട് ഈ രീതിയിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊക്കുക. ആ ഒരു ഹോളിലേക്ക് കറക്റ്റായിട്ട് വീണ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാവധാനം അത് തിരിച്ചു കൊടുക്കുക, ടൈറ്റ് ചെയ്യുക. കൈകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ടൂൾസ് ഒന്നും ഉപയോഗിക്കേണ്ട. ഇത്രയും മാത്രം ടൈറ്റ് ചെയ്താൽ മതി, ഫുള്ള് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമ്മളൊരു ഹാൻഡ് ടൈറ്റ് ആകുമ്പോൾ അത് നിർത്തുക. അതിനുശേഷം ഈ ബാക്കിലെ കവർ അടിവശം ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ രീതിയിൽ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. അത് ലോക്ക് വീണ് കഴിയുമ്പോൾ ഇവിടെ അറിയാൻ പറ്റും. ആ ഹോള് നമ്മുടെ ബോഡിയോട് ചേർന്ന് തന്നെ ആ ഒരു പുഷ് ബട്ടൺ അവിടെ ചേർന്നിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് ലോക്കായെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഇവിടെയായിട്ടാണ് നമ്മുടെ സോഡ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ഈ രീതിയിൽ ഈ ഒരു മിസ്റ്റർ ബട്ടറിൻ്റെ ലോഗോയോട് തൊട്ട് മുകളിൽ വരുന്ന അവിടെ നമുക്ക് വിരൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പഞ്ചിങ് കാണാം. അവിടെയായിട്ട് നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും. ഇത്രയും വേണ്ടു. നമ്മൾ ഈ ഒരു മിസ്റ്റർ ബട്ടറിൻ്റെ സോഡ മേക്കറിൻ്റെ ലോഗോയോട് തൊട്ട് മുകളിലായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് അത് ഓപ്പണായി വരും. അതിനുശേഷം നമ്മൾ ഒരു ബോട്ടിൽ, ഇതോടൊപ്പം തന്നെ മിസ്റ്റർ ബട്ട്ലർ നമുക്കൊരു ബോട്ടിലും ഇറക്കിയിട്ടുണ്ട്. ഇതൊരു റീയൂസബിൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് മാർക്കറ്റിലും ഈ അധീന ഏജൻസിയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പെറ്റ് ബോട്ടിലും കൂടെയാണ്. ഇത് 500 ml ആണ്. 500 ml പെറ്റ് ബോട്ടിലാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ രീതിയിലൊരു അടപ്പ് ഉൾപ്പെടെയാണ് വരുന്നത്. ഇത് നമുക്ക് അടപ്പ് തുറന്നതിന് ശേഷം ഇതിന് ഈ ഒരു ഭാഗം വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് മാർക്കിംഗ് ഉണ്ട്, നമുക്ക് എവിടം വരെ വെള്ളം എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം വെള്ളം എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് ചരിക്കുക. ചരിച്ച് കഴിയുമ്പോൾ ഈ ഒരു നോസിൽ കുപ്പിക്കകത്തേക്കാക്കി നമ്മൾ നേരത്തെ നമ്മുടെ CO2 സിലിണ്ടർ ടൈറ്റ് ചെയ്തതുപോലെ തന്നെ ത്രെഡാണ് ഇതിന് മുകളിലും ഒരു അടപ്പിലും ഉള്ള കുപ്പിയുടെ കഴുത്തിലുള്ള ത്രെഡ് ഇത് കണക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ഒരു ഹാൻഡ് ടൈറ്റ് ആയതിനു ശേഷം വെക്കുക. അതിനുശേഷം ഇങ്ങനെ അടച്ചാൽ മതി. അടച്ചാൽ അതോടെ ലോക്ക് ആയിക്കോളും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പഞ്ചിങ് ഉണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ടാണ് അതിൻ്റെ നമ്മൾ CO2 ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെയായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് ഞെക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. രീതിയിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് അതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്.
ഞാൻ ഗ്യാസ് കയറുന്നത് ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ച് കാണിച്ചു തരാം. തുറന്നു വെച്ച് ചെയ്യരുത്, നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ CO2 ഫില്ലാവുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം വരും, ഒരു ബീപ്പ് സൗണ്ട് അതിനകത്ത് കേൾക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്യാസ് ഫില്ലായെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ആ ഒരു ചെറിയ ഒരു സൗണ്ടോട് കൂടിയാണ് ഇതിനകത്ത് ഫില്ലായെന്ന് നമ്മളെ അറിയിക്കുന്നത്. അതിനുശേഷം നമ്മളിത് നമ്മൾ നേരത്തെ ടൈറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് നമ്മൾ ക്ലോക്ക് വൈസിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്, അത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ തിരിച്ച് ഊരിയെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് നല്ല രീതിയിൽ ആ ഒരു എയർ വരുന്നത്. ഒരു സോഡ നമ്മൾ പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. ഇത്രേ ചെയ്യേണ്ടു, വളരെ നിസ്സാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സോഡ നമ്മൾ മേക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ്. വളരെ നിസ്സാരമായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ചൂട് കാലാവസ്ഥയിലും ഇപ്പോഴുള്ള സമയത്തും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സോഡ മേക്കർ. നമുക്കിപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമായാലും ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ മിസ്റ്റർ ബട്ട്ലർ പുറത്തിറക്കുന്ന സ്ക്വാഷുകളുണ്ട്, പല ഫ്ലേവറിലുള്ള കോളൊക്കെ നമുക്ക് ഇതിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഒരു ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി സ്ക്വാഷുകളാണ് മിസ്റ്റർ ബട്ട്ലർ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ച് കോളയും അതുപോലുള്ള നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഇതിനകത്ത് തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു സോഡയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ഗ്യാസ് കയറി വരുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഏകദേശം ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടുള്ള നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സോഡ വളരെ എളുപ്പം തന്നെ. ഇതൊരു 500 ml ബോട്ടിലാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് 1-2 ബോട്ടിലുകൾ ഇതോടൊപ്പം വാങ്ങിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കുറച്ച് അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിലും സോഡ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ സ്ക്വാഷോ അല്ലെങ്കിൽ കോള പോലുള്ള ഫ്ലേവറുകൾ ചേർത്ത് നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഈ ഒരു വൈദ്യുതി ചിലവോ മറ്റൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിനൊരു വില വരുന്നത് 3700 രൂപയാണ് ഇതിനൊരു MRP വരുന്നത്. അധീന ഏജൻസീസ്, ആഞ്ഞിലിമൂട്, ശാസ്താംകോട്ട ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് മികച്ചൊരു ഡിസ്കൗണ്ട് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.